കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ക്യാപ്റ്റൻ സാലി സാംസൺ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഈ ഫൈനൽ മത്സരത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ആധികാരികത ഉണ്ടായിരുന്നു. അത്രത്തോളം ആധികാരികമായി തന്നെ ഒരു ജയവും നേടി. ഇങ്ങനെ കാണും. വളരെയധികം എക്സൈറ്റഡ് ആണ്, ബ്ലെസ്ഡ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ടൂർണമെന്റ് ത്രൂ ഔട്ട് ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ കളിക്കാൻ പറ്റിയതും കപ്പടിക്കാൻ പറ്റിയതും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയതിനും വളരെയധികം ബ്ലെസ്ഡ് ആണ്. ഫൈനൽ മാച്ച് എങ്ങനെയായിരുന്നു? വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അങ്ങനെ ഫൈനലിൻ്റെതായ പ്രത്യേകതരം പ്രഷർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമൽ. ഓരോ കളിയും നമ്മൾ ഇൻഡിവിജ്വൽ ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടീം ത്രൂ ഔട്ട് ദ ടൂർണമെന്റ്. സഞ്ജു ഇല്ലാത്ത ആ ഒരു മാച്ച് അത് ഏതെങ്കിലും ഘട്ടത്തിൽ ടീമിനെ അഫക്ട് ചെയ്തിരുന്നു? അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? സഞ്ജു ഇല്ലാത്ത മാച്ചും നമുക്ക് ടീമിന് ആക്ച്വലി നല്ല ഡെപ്ത് ഉണ്ട്. എല്ലാവരും ഓൾറൗണ്ടേഴ്സ് ആണ്. നല്ല ബാറ്റിംഗ്. ലാസ്റ്റ് കളിക്കുന്ന അവസാനം കളിക്കുന്ന ആൾ വരെ ബാറ്റിംഗ് ചെയ്യും, ബോളിംഗും ചെയ്യും. കീപ്പർ വെച്ച് എല്ലാവരും ബാറ്റിംഗ് ബോളിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ടീം കിട്ടിയത് തന്നെ വളരെയധികം അനുഗ്രഹമുണ്ട്. അപ്പോൾ ഈ കൊല്ലം സെയിലേഴ്സ് ശക്തരായ ഒരു ടീമായിരുന്നു. പക്ഷെ ടോസ് ഒക്കെ അവർക്കൊരു അനുകൂലമായി വന്നിരുന്നു. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇല്ല നമുക്ക് ലാസ്റ്റ് ഈ ടൂർണമെന്റ് 3 കളി ടോസ് പോയിട്ടുണ്ട്. പക്ഷെ ആ 3 കളിയും നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു സംഭവമാണ്. ഇന്നത്തെ മാച്ച് സ്കോർ ഒരു 200-ന് മുകളിൽ പോകുമെന്ന് കരുതിയിരുന്നു. അതെ, നമ്മൾ ടാർഗറ്റ് ചെയ്തത് 180 to 200 ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു അബോവ് ആവറേജ് സ്കോർ തന്നെയാണ് വന്നത്. പക്ഷേ ഈ വിക്കറ്റിലും നമ്മുടെ ബോളേഴ്സിനെ എറിഞ്ഞ് പിടിക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു.